will never do anything when you should know that I will never do anything against us actually. Not especially. But once you wanted to, you never ever support me. Whenever I say you will say about smell will come, this will come, you don't do that balcony, how healthy it is. I don't know how this much benefit even that rather even and I just ignore it. So in order to note that actually spray many people have got that not nasty smell actually. Even now when we wash to go that's when they come with it. Okay. We both should go to the whenever I go and I use to come with me. That's all. 4 5 times we can go. It's not a big deal actually. Every 2 3 steps hours only. Yeah. No, nowadays I'm not doing it. Yes, cannot do that. I am giving everything, everybody, whatever you are saying, and if something go wrong, and solely your responsibility. I will. Not triggering and say if something goes wrong, something happened to me, it's because of you only and your words, my dear. That's just true. But I also feel to be teacher. If someone do something and if something goes wrong and if I die now, yeah. Hello? If you feel a headache or something, please inform me, okay? Call me, yeah? യാതൊന്നും പറയാതെ രാവിലെ ഓടുന്നു പടിവാതിലൂടെ അങ്ങനെ 11-ാം തീയതി അച്ഛൻ്റെ ആണ്ടാണ് രണ്ടുപേരും വരണം. പോയ കാലം നിറയെ നീയും കണ്ണിലൂടെയായി ആരും ആരും അറിയാതുള്ള അവർ ചോദിച്ചു എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ക്ലൈൻറ്റിനെ കാണാൻ പോകാം. എവിടെയൊരു ആവശ്യം ഒഫീഷ്യൽ കാര്യം ഈ പ്രൊഫഷനോട് കൊടുക്കുക രാവിലെ PW3 ഉഷാകുമാരി ഉഷാകുമാരി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുഞ്ഞു താമസിക്കുന്ന ഫ്ലാറ്റിലെ ജോലിക്കാരി. ആ കുഞ്ഞിന്റെ ഫ്ലാറ്റിൽ നിന്ന് അനുഷ ഇറങ്ങി പോകുന്നത് നിങ്ങൾ കണ്ടിരുന്നു? ഒന്ന് വിശദീകരിക്കാൻ കുറച്ചുകൂടെ ഉറക്കം പറയും. ഞാൻ അതൊക്കെ നല്ല കളിച്ചിട്ട് താമസം ലിഫ്റ്റ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാ കുഞ്ഞിന്റെ ഫ്ലാറ്റിൽ നിന്ന് പെങ്കൊച്ച് ഇറങ്ങി വന്ന കണ്ട് വാതിക്കലെ വെച്ച് ആ കൊച്ചു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് യാത്ര വന്നിറങ്ങി. ലിഫ്റ്റിന് താഴെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ലിഫ്റ്റിലുള്ള സമയം മുഴുവൻ ആ കുട്ടി കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓ അല്ല, നല്ല സന്തോഷത്തിലായിരുന്നു.
നിങ്ങൾ പോലീസുകാർക്ക് കൊടുത്ത മൊഴിയെങ്കിലും നല്ലത് പറഞ്ഞിരിക്കണം. ഡിസ്മുറിൽ വെച്ച് ആ കുട്ടി കരയുന്ന കണ്ടു എന്നൊക്കെയാണ്. അത് പോലീസുകാർ എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞതാണ്. വാതിലിനരികിൽ വെച്ച് ആ കുട്ടി പ്രതിയെ കെട്ടിപ്പിടിച്ചിരുന്നു. അതൊന്നും മൊഴിയിൽ കണ്ടില്ലല്ലോ. പോലീസുകാർ അതൊന്നും പറഞ്ഞിട്ടില്ല. പോലീസുകാർക്ക് പറയാൻ മറന്നുമായിരിക്കും. ശരി, that's all you know. ഉഷാറിനെ കണ്ടപ്പോ ആ കുട്ടി ധരിച്ചിട്ട് വസ്ത്രം ഇത് ഇത് തന്നെയായിരുന്നു. ഈ ഡ്രസ് ആ കൊച്ചിന് നല്ല ഭംഗിയായിരുന്നു. ഉഷ ലിഫ്റ്റിൽ നിന്ന സമയത്ത് ആ കുട്ടിയുടെ ഡ്രസ് കീറിയിരുന്നതായിട്ടോ ബട്ടണുകൾ പൊട്ടിയിരുന്നതായിട്ടോ കണ്ടു? ഇല്ല, കണ്ടില്ല. കണ്ടില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നാണോ, അങ്ങനെ അല്ലായിരുന്നു എന്നാണോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഡ്രസ്സിനോടും കുഴപ്പമില്ല. ഗൗതമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അനുഷയുടെ വസ്ത്രം കീറിയിരിക്കുകയോ ബട്ടണുകൾ പൊട്ടിയിരിക്കുകയോ അല്ലായിരുന്നു എന്നാണ് ദൃക്സാക്ഷി മൊഴി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു? കേസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇര തന്നെ പിന്നീട് തന്റെ വസ്ത്രം മനഃപൂർവ്വം നശിപ്പിക്കുകയായിരുന്നു. വിക്ടിമിന്റെ മൊഴിക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കണം. അതിന് അത്രമേൽ യുക്തിയും വിശ്വസനീയതയും ഉള്ളപ്പോൾ മാത്രം. But here the evidence of the prosecution is not reliable and is full of contradictions. FIR തന്നെ കോൺട്രഡിക്ട് ചെയ്ത സ്ഥിതിക്ക് കോടതി ഇതിനെ ഗൗരവമായി കണ്ട് എന്നെ കക്ഷി അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. No, Your Honor. പ്രോസിക്യൂട്ടർക്ക് അവസരം കിട്ടിയതാണ്. ക്രോസ് എക്സാമിനേഷനിൽ വിറ്റ്നസ് പറഞ്ഞൊരു കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി ആവശ്യം. ഉഷ വസ്ത്രം നന്നായി ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അന്ന് ഈ ഷോൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഈ ഷോൾ ശ്രദ്ധിച്ചിരുന്നോ ഇല്ലയോ? അത് ആ വസ്ത്രം കീറിയിരുന്നാൽ പോലും സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി ഷോൾ ഇട്ടത് മറക്കില്ല. അങ്ങനെയാണെങ്കിൽ കീറിയിരുന്ന വസ്ത്രം ഉഷ കണ്ടിരിക്കാൻ സാധ്യതയില്ലല്ലോ, അല്ലെ? ഉഷ ആദ്യമായിട്ടാണോ കോടതിയിൽ? കോടതിയിൽ ഉഷ പറയുന്ന ഓരോ നടപടിക്കും എന്തിനോരോ മൂളലിൽ പോലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതറിയാം. അറിഞ്ഞിരിക്കുന്നു. കോടതിയിലെ എല്ലാത്തിനും അതിൻ്റെതായ ഡിഗ്രികളുണ്ട്. കോടതിയിൽ എങ്ങനെ പെരുമാറണം, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എന്ത് മറുപടി പറയണം, ഇതൊക്കെ മേഡം നേരത്തെ വന്നത് പറഞ്ഞിട്ടുണ്ട്. ഡിഫൻസ് സാക്ഷിയെ നേരത്തെ തന്നെ തോൽക്കേണ്ടത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളെ ഡിഫൻസ് പറഞ്ഞു പഠിപ്പിച്ചതാണോ ഇത്രയും നേരം എന്ന് പറയുന്നത്? ഓക്കെ, സാക്ഷിയെ കൂട്ടിക്കെട്ടി എന്തും പറയിപ്പിക്കാമെന്ന് വിചാരിക്കും. നിങ്ങൾ പറയുന്നവർക്ക് വെള്ളത്തോടെ വിരുങ്ങായിരിക്കല്ല കോടതി. സത്യം പറഞ്ഞ ഇവരെ കൊണ്ട് ഇത്രയെങ്കിലും പറയിപ്പിച്ചാൽ ഡിഫൻസ് പ്രശംസ അറിയിക്കുന്നു. എന്റെ കക്ഷി മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണെന്ന് വരുത്തി തീർക്കാനുള്ള ഡിഫൻസിന്റെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റായിട്ട് കോടതി ഇതിനെ കാണും. അടുത്ത ഹിയറിംഗ് ഒക്ടോബർ 15 വെച്ചാലോ? യേശുവോ? എന്റെ സാക്ഷിയെ ചോദ്യം ചെയ്യുന്നത് ഇത്ര സമയം പോരെ? അത് ആരാ വീട്ടിൽ? ഞാനത് ഓർത്തില്ല. ഈ കേസിന്റെ അടുത്ത ഹിയറിംഗ് ഒക്ടോബർ 15 വെച്ചിരിക്കും. യാതൊന്നും പറയാതെ പോകുന്നു പരിപാടിയിലൂടെ. അറിയാതീരം പുൽകിയ നാടുകൾ കുഞ്ഞു വാക്ക് മതിയെന്നാലും നീളും വാശികൾ മലബാര